Hello guys, welcome back PMS Edu Classes. ഇന്ന് നമ്മൾ ക്ലാസ് 8ലെ സയൻസ് ചാപ്റ്റർ 3 ആയ കോൾ ആൻഡ് പെട്രോളിയം എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ we use various materials for our basic needs. Some of them are found in nature and some have been made by human efforts. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക് നീഡ്സിന് വേണ്ടി നമ്മൾ വേരിയസ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ചിലത് നാച്ചുറലുള്ള മെറ്റീരിയൽസും ചിലത് ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയതുമാണ്. അപ്പം നമുക്ക് ആക്ടിവിറ്റി 3.1 പോവുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു വലിയൊരു കോളം കാണാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മേക്ക് എ ലിസ്റ്റ് ഓഫ് വേരിയസ് മെറ്റീരിയൽസ് യൂസ്ഡ് ബൈ us in daily life and classify them as natural and man-made. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേരിയസ് മെറ്റീരിയൽസിന് നമ്മൾ നാച്ചുറലായിട്ടും മാൻമെയ്ഡുമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് ഇതിൽ തരം തിരിച്ച് വെക്കണം. അപ്പം നാച്ചുറലും മാൻമെയ്ഡിലും ഞാൻ വേണം കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിടാം. നാച്ചുറൽ വാട്ടർ, സൺലൈറ്റ്, എയർ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, കോൾ എക്സെട്ര. മാൻമെയ്ഡിലാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. വെഹിക്കിൾസ്, ബിൽഡിങ്സ്, മെഷീനേഴ്സ്, റോഡ്, ഡ്രസ്സിങ് മെറ്റീരിയൽസ് എക്സെട്ര. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ ഡസ് ദിസ് ലിസ്റ്റ് ഇൻക്ലൂഡ് എയർ, വാട്ടർ, സോയിൽ ആൻഡ് മിനറൽസ്. ഈ ലിസ്റ്റിൽ എയറും വാട്ടറും സോയിലും മിനറലും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സിൻസ് ഓൾ ദീസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം നേച്ചർ. ഇവ നാച്ചുറലിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ദേ ആർ കോൾഡ് നാച്ചുറൽ റിസോഴ്സ്. നാച്ചുറലിൽ ഉണ്ടായ സംഭവങ്ങളാണ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയാം. അപ്പം ഇത് നാച്ചുറൽ റിസോഴ്സിന് ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മുകളിലേക്ക് വരികയാണെങ്കിൽ ക്യാൻ എയർ, വാട്ടർ ആൻഡ് സോയിൽ ബി എക്സോസ്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്? You have already studied about water in class 7th. Is water a limitless resource? എയറും വാട്ടറും സോയിലും ഹ്യൂമണിൻ്റെ ആക്ടിവിറ്റിക്ക് വേണ്ടി എക്സോസ്റ്റഡ് ആയി പോകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർന്നു പോകുമെന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ വാട്ടറിനെ കുറച്ച് ക്ലാസ് 7th പഠിച്ചിട്ടുണ്ട്. വാട്ടർ ഒരു ലിമിറ്റ്ലെസ് റിസോഴ്സസ് ആണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. In the light of the availability of various resources in nature, natural resources can be broadly classified into 2 kinds. നമുക്ക് നാച്ചുറൽ റിസോഴ്സിനെ 2 തരമാക്കി മാറ്റാം. ഒന്ന് ഇൻഎക്സോസ്റ്റഡ് നാച്ചുറൽ റിസോഴ്സും ഒന്ന് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സുമാണ്. ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറഞ്ഞാലും ഈ ഉപയോഗിച്ചാൽ തീരാത്തത് ആണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എത്ര ഉപയോഗിച്ചാലും തീരാത്തതാണ് ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറയാം. These resources are present in unlimited quantity in nature and are not likely to be exhausted by human activities. ഈ റിസോഴ്സുകൾ എന്താണ് പറയുന്നത്, അൺലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് നാച്ചുറലുള്ളത്. ഇത് വേഗം എക്സോസ്റ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കൊണ്ട് ഇത് വേഗം എക്സോസ്റ്റഡ് ആയി പോകത്തില്ല. അതിനെക്കുറിച്ചുള്ള എക്സാമ്പിളാണ് സൺലൈറ്റും എയറും. എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ദിസ് റിസോഴ്സ് ഇൻ നാച്ചർ ഇസ് ലിമിറ്റഡ്. എക്സോസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് ഇതിൻ്റെ എമൗണ്ട് ഉണ്ടാവുമല്ലോ അത് നാച്ചുറലി ലിമിറ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. അവൈലബിലിറ്റി കുറവാണെന്നാണ് ഉദ്ദേശിച്ചത്. ലിമിറ്റഡ്. ദേ ക്യാൻ ബി എക്സോസ്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അത് നമുക്ക് ഹ്യൂമന് ആവശ്യമായ കാര്യങ്ങളുള്ളത് കൊണ്ട് അത് ചിലപ്പം ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കുറച്ച് കൊണ്ട് അത് എക്സോസ്റ്റഡായി പോകും. എക്സാമ്പിൾസ് ഓഫ് ദീസ് റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, മിനറൽസ്, കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.
അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെ വരികയാണെങ്കിൽ ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ലേൺ about some exhaustible natural resources like coal, petroleum and natural gas. ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കോളിനെയും പെട്രോളിനെയും നാച്ചുറൽ ഗ്യാസിനെയും ഒക്കെ. These were formed from the dead remains of living organisms, fossils. ഇത് ഒക്കെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെഡ് റിമൈൻസ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഓർഗാനിസംസിൻ്റെ ഡെഡ് റിമൈൻസിലൂടെയാണ് ഈ കാണുന്ന കോളും പെട്രോളിയം നാച്ചുറൽ ഗ്യാസും ഒക്കെ ഫോം ചെയ്യപ്പെടുന്നത്. സോ ദീസ് ആർ ഓൾ നോൺ ആസ് ഫോസിൽ ഫ്യൂൽസ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഫോസിൽ ഫ്യൂവൽസ് എന്ന് വേണേൽ വിളിക്കാം. പിന്നെ നമുക്ക് മേളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു കോളിൻ്റെ ചിത്രമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മോള് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ യു മേ ഹാവ് സീൻ coal or heard about it. It is as hard as stone and is black in color. നിങ്ങൾ കോളിനെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അത് ഹാർഡാണ്, സ്റ്റോണേക്കാൾ ഹാർഡാണ്. പിന്നെ അത് ബ്ലാക്ക് ആയിരിക്കും കളറ്, ബ്ലാക്ക് ഇൻ കളർ. ഇതാണ് കേട്ടോ കോളം. നിങ്ങൾ കോളിനെ കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളി. പിന്നെ ഇവിടെ പറയുന്നത് വെച്ചാൽ coal is one of the fuels used to cook food. Earlier it was used in railway engines to produce steam to run the engine. It is also used in thermal power plants to produce electricity. Coal is also used as a fuel in various industries. ഈ പാരഗ്രാഫ് പറയുന്നത് വെച്ചാൽ കോളിനെ കുറിച്ചുള്ള യൂസസ് ആണ്. ഫസ്റ്റ് തന്നെ പറഞ്ഞത് കോള് നമുക്ക് ഫ്യൂവലായിട്ട് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ പണ്ടത്തെ കാലത്ത് ഈ റെയിൽവേ എൻജിൻ്റെ സ്റ്റീം എന്തിനാണ്? ടു പ്രൊഡ്യൂസ് സ്റ്റീം ടു റൺ ദ എൻജിന് ഓടാൻ വേണ്ടിയിട്ട് സ്റ്റീം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കോൾ ഉപയോഗിച്ചിരുന്നു പണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ തെർമൽ പവർ plants to produce electricity. ഇത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നു. കോൾ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ്. കോൾ ഒരു ഫ്യൂവലായിട്ട് പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഇവിടെ സ്റ്റോറി ഓഫ് കോളാണ്, കോളിൻ്റെ കഥ. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് where do we get coal from and how is it formed? കോൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, പിന്നെ കോൾ എങ്ങനെയാണ് ഫോം ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പാരഗ്രാഫ് വായിക്കാനേ മനസ്സിലാവും എന്താണ് കുട്ടീൻ്റെ ചോദ്യത്തിന് ഉത്തരമെന്ന്. About 300 million years ago, the earth had dense forests in low-lying wetland areas. 300 വർഷങ്ങൾക്ക് മുന്നേ ഈ എർത്ത് ഹാഡ് ഡെൻസ് ഫോറസ്റ്റ്, എർത്തിൽ ഡെൻസ് ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ ഡ്യൂ ടു നാച്ചുറൽ പ്രോസസ് ലൈക്ക് ഫ്ലഡിങ് ദിസ് ഫോറസ്റ്റ് ഗോട്ട് ബറീഡ് അണ്ടർ ദി സോയിൽ. ഈ ഫ്ലഡിങ് മീൻസ് വെള്ളപ്പൊക്കമൊക്കെ വന്നു തുടങ്ങിയപ്പം ഈ ഫോറസ്റ്റ് സോയിലിൻ്റെ അടിയിലായിപ്പോയി. As more soil deposited over them, they were compressed. ഈ സോയില് അധികം ഈ ഫോറസ്റ്റിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ആവാൻ തുടങ്ങി. പിന്നെ അവർ കംപ്രസ്ഡ് അടിഞ്ഞു കൂടാൻ തുടങ്ങി. The temperature also rose as they sank deeper and deeper. Under high pressure and high temperature, dead plants got slowly converted to coal. ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഡെഡ് പ്ലാന്റ്സ് പതുക്കെ എന്താവും? കോളായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആസ് കോൾ കണ്ടെയ്ൻസ് മെയിൻലി കാർബൺ. കോൾ മെയിനായിട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതാണ് കാർബൺ എന്ന് പറഞ്ഞത്. The slow process of conversion of dead vegetation into coal is called carbonization. ഈ ഇത് പറഞ്ഞാൽ പതുക്കെ ഈ ഡെഡ് വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡെഡ് പ്ലാന്റ്സ് അങ്ങനെയൊക്കെ വരും. അത് പതുക്കെ കോളായി മാറുന്ന ഒരു പ്രോസസ്സിനാണ് പറയുക കാർബണൈസേഷൻ. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം വരും, വാട്ട് ഈസ് കാർബണൈസേഷൻ? അപ്പോൾ ഈ ഒരു ഉത്തരം എഴുതി കൊടുത്താൽ ആദ്യം. സിൻസ് ഇറ്റ് വാസ് ഫോംഡ് ഫ്രം ദ റിമൈൻസ് ഓഫ് വെജിറ്റേഷൻ. ഇതൊക്കെ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ വെജിറ്റേഷൻ കൊണ്ടാണ് ഇതൊക്കെ ഫോം ചെയ്യുന്നത്. കോൾ ഈസ് ഓൾസോ കോൾഡ് എ ഫോസിൽ ഫ്യൂവൽ. കോൾ നമുക്ക് എന്തും വിളിക്കാം, ഫോസിൽ ഫ്യൂവൽ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ അടുത്ത ദിവസം പാർട്ട് 2 ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.